ഉമ്മപെങ്ങന്മാരോട് സഹോദരിമാരോട് പറയാ, കല്യാണ വീടുകളിൽ ഇന്ന് അരങ്ങേറുന്ന ആഡംബരങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം. എത്രയോ പൈസ അടിച്ചു പൊളിച്ചു കളയണ്. ഏതെല്ലാം അനാചാരങ്ങൾ. പെണ്ണ് കാണാൻ വരുമ്പോൾ തന്നെ സ്ത്രീയും പുരുഷനും, പുതിയ ആപ്പിളയും പുതിയ പെണ്ണും അവർ യഥാർത്ഥത്തിൽ വധൂവരന്മാരല്ല. അവരൊരുമിച്ച് നിന്ന് ഫോട്ടോ ആൽബം എന്ന് വേണ്ട, ഒന്നും എനിക്ക് പറയാൻ അറിയില്ല. അങ്ങനെ എല്ലാ സീമകളും ലംഘിച്ചു കളയുന്നൊരു കാലത്ത് എന്റെ പൊന്നുമോളെ, എന്റെയും നിങ്ങളുടെയും കരളിന്റെ കാതലായ ലോകത്തിന്റെ ഗുരുവായ പ്രണയത്തിന്റെ മഹാപ്രപഞ്ചം കൊണ്ട് ലോകത്തെ മുഴുവനും മദീനയിലേക്ക് മാടി വിളിച്ച അനുരാഗത്തിന്റെ ആത്മവല്ലരിയിൽ നിന്ന് ഉലകത്തിന്റെ ഹൃദയത്തെ മുഴുവനും മദീനയുടെ മണൽപ്പരപ്പിലേക്ക് മലർവാടിയാക്കി കൊണ്ടുപോയ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്ത് ഒന്നുകൂടി ഉഷാറാവട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ആ ലോക ഗുരുവായ തിങ്കൾ പ്രവാചകർ കാണിച്ച വഴിയിൽ മദിയന്റെ കല്യാണമെന്ന് തീരുമാനമെടുക്കുന്ന മദീനയെ പ്രണയിക്കുന്ന പെങ്ങളുണ്ടോ? മോളെ, ഉപ്പയോട് പറയണം, ഉമ്മയോട് പറയണം, എന്റെ കല്യാണത്തിന് മുടങ്ങാതെ വരേണ്ട ഒരു അതിഥിയുണ്ട്. അതാരാണ്? എന്റെ കല്യാണത്തിന് ആര് വന്നില്ലെങ്കിലും വേണ്ടില്ല, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കല്യാണമാവണം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള കല്യാണമാവണം. നമ്മുടെ കല്യാണവും വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണാം. തുഅറദു അലയ്യ അഅമാലുക്കും. ഖുർആനിലുണ്ട്, ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. അല്ലാഹുവും അവന്റെ റസൂലും നമ്മുടെ കർമ്മങ്ങൾ കാണും. അപ്പൊ എന്റെ കല്യാണത്തിന് ആര് വന്നില്ലെങ്കിലും വേണ്ടില്ല, എന്റെ കല്യാണത്തിന് വരണം. ആരാണ്? ഉലകത്തിന്റെ ഉടയവൻ, പ്രണയത്തിന്റെ പര്യായമായി നിയോഗിച്ച അഷ്റഫുൽ വറാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരണം എന്നൊരു തീരുമാനം എന്റെ പെങ്ങൾക്ക് വേണം. പൊന്നുമോളെ, മോളുടെ കൽബിൽ വേണേ. ഞാൻ ധരിക്കുന്ന വസ്ത്രം എന്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രമാവണം. വാപ്പ ഗൾഫുകാരനായതുകൊണ്ട് ജാട അടിക്കാൻ നോക്കും, മോള് നിന്ന് കൊടുക്കരുത്. ഉമ്മയ്ക്ക് അയൽവാസിയോട് മത്സരിക്കാനും ഉഷാറാക്കാൻ തോന്നും, മോളെ നിന്ന് കൊടുക്കരുത്. എന്റെ പുതിയ തലമുറയിലെ ആലോചനയുള്ള പെൺമക്കളോട്, പെങ്ങന്മാരോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് പറയാണ്, നമ്മുടെ കല്യാണത്തിന് ആര് വന്നില്ലെങ്കിലും വേണ്ടില്ല, ലോകഗുരുവായ സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമുള്ളതാവണം. ഈ തീരുമാനത്തിലേക്ക് വരണം. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. എന്റെ കല്യാണത്തിന് വരണം. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, ജമീൻ ഭി ബദൽ ജായേഗാ, ജമാൻ ഭി ബദൽ ജായേഗാ. കാലവും ലോകവും എല്ലാം മാറും, പക്ഷേ യുവാക്കൾ മാറണം. എന്റെ കല്യാണം ഏത് കൾച്ചറിൽ നടത്തണമെന്ന് തീരുമാനിക്കാൻ ഒരു യുവാവിന് കഴിയണം. അതെങ്ങനെ? എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന വിധത്തിലായിരിക്കണം എന്റെ കല്യാണം. അങ്ങനെ ഒരു യുവാവ് തീരുമാനിച്ചാൽ മാഷാ അല്ലാഹ്, അവിടെ അനാചാരങ്ങൾ വരില്ല. ഞാൻ മദീനയിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഉടലോടെ ഈ ലോകത്ത് അനുഗ്രഹീത സാന്നിധ്യമുള്ളപ്പോഴാണെങ്കിൽ അവിടുന്ന് വരാൻ പറ്റുന്ന ഒരു കല്യാണമേതോ അതല്ലേ മോനെ നമ്മൾ നടത്തേണ്ടത്. അതുകൊണ്ട് അമ്മാമൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ, നാളെ റിവാർഡുണ്ട്. നമ്മൾ വിചാരിക്കണ എന്താ? നാളത്തെ സ്വർഗം, നാളത്തെ പരലോകം. ഇതൊക്കെ നമ്മുടെ കൽബിൽ ഉറപ്പ് വേണം.
ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങളിവിടെ ഇരിക്കുന്നു, ഇവിടെ പ്രസംഗം നടക്കുന്നു, ഇവിടെ ഷോപ്പുണ്ട്. ഇതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പരലോകമുണ്ട് എന്നത്. നമ്മുടെ ഉള്ളിൽ അങ്ങനെ വരുന്നുണ്ടോ? അങ്ങനെ ആലോചന ഉണ്ടോ? അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാവുക. മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ജീവിതമുണ്ട്, അവിടെ ചോദ്യമുണ്ട്. ഇതെല്ലാം ഡെഫിനിറ്റ്ലി നിർബന്ധമായുമുണ്ട് എന്ന ഉറപ്പ് നമ്മുടെ കൽബിൽ വരണം.